സോ നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്. നമ്മൾ യൂബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ വണ്ടി ഇപ്പോൾ വരും, ഒരു 7 minutes ഉണ്ട്. അങ്ങനെ പെട്ടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. വണ്ടിയൊക്കെ എത്തി. നമ്മൾ ഫോറസ്റ്റ് ഗേറ്റ് സ്റ്റേഷനിലേക്കാണ് പോയത്. സോ ഞങ്ങളിപ്പോൾ ഫോറസ്റ്റ് ഗേറ്റ് സ്റ്റേഷനിലെത്തി. 6 minute ഹീത്രൂയിലേക്ക് ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ഇനി എയർപോർട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നല്ല ടയേർഡാണ്, എല്ലാ ബാഗും കൂടി ചുമന്നിട്ട് നല്ല ആവശ്യതയായി. സോ എയർപോർട്ടിലെത്തിയിട്ട് കാണാം. എലിസബത്ത് ലൈനിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഒറ്റ ട്രെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഹീത്രൂ ടെർമിനൽ 5 ചെന്ന് ഇറങ്ങാൻ പറ്റും. സോ നമ്മൾ ഒരു സ്റ്റോപ്പും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീത്രൂ ടെർമിനൽ 5 അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. നല്ല ടയേർഡായി. The next station is Heathrow Terminal 5. Attention please. This is Terminal 5A gate. അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റിലോട്ടൊന്ന് ജസ്റ്റ് കയറിയാൽ മാത്രം മതി. നമ്മളുടെ കണക്ഷൻ ഫ്ലൈറ്റാണ്. നമ്മൾ നേരെ പോകുന്നത് ദോഹയിലേക്കാണ്. പിന്നെ ദോഹയിൽ നിന്ന് മോർണിംഗ് ആണ് നമുക്ക് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് വരുന്നത്. ബ്രിട്ടീഷ് എയർലൈൻസ് ഇതാണ്. ഫൈനലി എല്ലാം കഴിഞ്ഞു. നോക്കൂ നോക്കൂ, എൻജോയ്. ഭയങ്കര സമാധാനം അകത്ത് കയറിയപ്പോൾ. ഒരു ഫിലിമൊക്കെ കണ്ടിരിക്കുമ്പോഴേക്കും നമ്മളുടെ ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നല്ല റൈസും ചിക്കനും അതുപോലെ തന്നെ വെജീസായിട്ട് സ്പിനച്ചൊക്കെ ഉണ്ടായിരുന്നു. ബ്രെഡിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇത് വായിൽ വെക്കാൻ കൊള്ളില്ലെന്ന്. എന്നാലും ഞാനത് ടേസ്റ്റ് ചെയ്തു. എൻ്റെ മനസ്സാരും കാണാതെ പോകരുത്. ഈ ഒരു സാധനം ഗ്രീൻ ബീൻസ് അത് ചീസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചീസ് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനമാണ്, പക്ഷേ ഗ്രീൻ പീസ് കൊള്ളായിരുന്നു. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ഡെസേർട്ടായിരുന്നു. ഈ സാധനം സെറ്റായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങി. പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്നത് രാവിലെ ആയപ്പോഴാണ്. അതായത് നമ്മൾ ദോഹ എത്തി ഗൈസ്. ദോഹ 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 ദോഹ. ഗുഡ് മോർണിംഗ് ദോഹ. ദോഹയിൽ കുറച്ചധികം നേരം നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് അത് ഭയങ്കര ഒരു ബോറായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ എയർപോർട്ടൊക്കെ ഒന്ന് നടന്ന് കണ്ടു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നമുക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈമായി. ദോഹ ടു കൊച്ചി ഫ്ലൈറ്റിലെ ഫുഡ് ഭയങ്കര സിമ്പിളായിരുന്നു. ഫസ്റ്റ് നമുക്കൊരു ചിക്കൻ സാൻഡ്വിച്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഫില്ലിങ്സൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു ഹാമ്പർ പോലെ കുറച്ച് സ്നാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ മഖാനിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. പിന്നെ ക്യാരമലിൻ്റെ പോപ്കോൺ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് മഖാനിയാണ്. എന്താ പറയുക, ഒരു ഭയങ്കര ക്രഞ്ചി ആയിട്ടുള്ള ഈ സോൾട്ടും പെപ്പറൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ക്യാരമൽ പോപ്കോണും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അതിനുശേഷം ഞാൻ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മിക്സഡ് ഫ്രൂട്ടാണ്. എനിക്കിങ്ങനെ അടച്ചിരിക്കുന്ന സാധനത്തിൽ വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര എന്തോ ഒരു മാതിരിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് അധികം കഴിച്ചില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വിൻഡോയിലൂടെ നോക്കിയപ്പോഴാണ് ആ ഒരു പച്ചപ്പ് കാണാൻ പറ്റിയത്. അപ്പം കിട്ടിയൊരു സന്തോഷം എൻ്റെ മോനെ, ആഹാ, ഏറ്റവും സന്തോഷമുള്ളൊരു സീനാണിത്. ഭയങ്കര
ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. സന്തോഷത്തിൻ്റെ മൂർധന്യ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് നമ്മളുടെ ഫാമിലിയാണ് ഏറ്റവും വലുത് എന്ന് ജീവിതം പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ഇതിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു മൊമെൻറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ സർപ്രൈസായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ കാത്ത് നമ്മളുടെ ഫാമിലി പുറത്ത് നിൽക്കുക, അവർ വെയിറ്റ് ചെയ്ത് എപ്പോഴാണ് വരിക എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു ഈ ഒരു വീഡിയോ. ഇത് ഞാൻ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് കുറേ നാൾ കഴിയുമ്പോഴും എനിക്കിത് കാണണം എന്നുള്ളതുകൊണ്ടാണ്. അവരുടെ ഒരു സന്തോഷം എൻ്റെ മുഖം കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ UK പോയി കഷ്ടപ്പെടുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാം. സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ചോദ്യമാണ്. ഇത്ര വിഷമമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നുള്ളത്. പക്ഷേ ഇത് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടെടുത്ത തീരുമാനമാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. പിന്നെ ഈ ഒരു ലൈഫാണ്, ഈ UK ലൈഫാണ് ഞങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനും എന്താ പറയുക, നമുക്ക് ഫാമിലിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കാനും അവരിത്രയും ഹാപ്പി ആക്കാനും ഒക്കെ പറ്റുന്നത് ഈ ഒരു ലൈഫ് നമ്മൾ എടുത്തുകൊണ്ടാണ്. പിന്നെ നമ്മളുടെ ലൈഫും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തീരുമാനം ഒരിക്കലും തെറ്റായി എന്ന് ഞങ്ങൾക്ക് തോന്നത്തേയില്ല. ഇതൊരു ബെറ്റർ നാളേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ലൈഫിൽ കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതങ്ങനെ പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് അവരെ വിളിക്കാൻ പറ്റുന്നുണ്ട്, അവർ നമ്മുടെ കൂടെയുണ്ട്. അത് മതി നമുക്ക്. എല്ലാം വരും. നാടൻ ചിക്കൻ കറി, താറാമുട്ട, ക്യാബേജ് തോരൻ, പപ്പടം. അമ്മ ഇത് താറാമുട്ടല്ലേ? താറാമുട്ടയാണ്. പക്ഷെ താറാമുട്ടക്കൊക്കെ സൈസൊക്കെ ചെറുതായല്ല. എന്താണാവോ? മീൻ വറുത്തതില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. ക്യാബേജ് തോരൻ, മീൻ വറുത്തത്, കച്ചമ്പർ, താറാമുട്ട പിഴുങ്ങിയത്, ഇത് നാടൻ കോഴിക്കറി, പപ്പടം, ചോറ്. എങ്ങനെയുണ്ട് വിനു? ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മളുടെ നാട്ടിലെ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.